إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഏവരെയും അവന്റെ ഇഷ്ടക്കാരിൽ ചേർത്ത് സഹായിക്കട്ടെ. ബഹുമാനമുള്ളവരെ, ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ വലിയ കോലാഹലങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ പ്രവണതകൾ, അവിടെ പ്രശ്നം ജാതിയാകാം, അവിടെ പ്രശ്നം വർണ്ണമാകാം, ജീവിക്കുന്ന ചുറ്റുപാടുകളാകാം, ചെയ്യുന്ന തൊഴിലുകളാകാം, നടത്തുന്ന ബിസിനസ് സംവിധാനങ്ങളാകാം. എന്തായിരുന്നാലും ഇതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യർ പരസ്പരം കാറ്റഗറൈസ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും വലിയ പുരോഗതി പ്രാപിച്ചു എന്ന് പറയപ്പെടുന്ന ഈ കാലത്തും ഇത്തരത്തിലുള്ള അസഹിഷ്ണുതകൾ നിറഞ്ഞിട്ടുള്ള സമീപനങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചിലർക്ക് ചിലരെക്കാൾ
എന്തൊക്കെയോ മഹത്വങ്ങൾ കൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ എന്നും അധിക്ഷേപത്തിന് വിധേയമായി പരിഹാസപാത്രരായി അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കേണ്ടി വരിക. പ്രിയമുള്ളവരെ, ഈ സമീപ സമയത്ത് നമ്മൾ വായിച്ച വാർത്ത അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഒരു സംഭവമാണ്. നിസ്സാരമായി കാണേണ്ടതല്ല അത്. അപ്പൊ എത്രമാത്രം സമൂഹം അതിന്റെ ഉത്തുംഗതിയിലെത്തി എന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെപ്പോലും പർവ്വതീകരിച്ച് അതിൻ്റെയൊക്കെ പേരിൽ വലിയ സ്പർദ്ധകൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അത്യന്തം ദയനീയമാണ്. ഇതൊരു സമൂഹത്തിന്റെ സ്വസ്ഥതയില്ലാതാക്കി തീർക്കും. അതാണ് ഇതിലെ പ്രശ്നം. സമൂഹത്തിൽ ഉണ്ടാവേണ്ടതായ സുരക്ഷിതത്വ ബോധം അത് നഷ്ടപ്പെടുത്താൻ ചെറുത് എന്ന് കരുതി ഒഴിവാക്കി വിടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണമായി തീരും എന്നുള്ളതാണ്. സംഘർഷങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഹേതുവാകും. ചരിത്രം പരതിയാൽ ഇത്തരം അവസ്ഥകൾ നമ്മുടെ പൂർവികരിൽ, കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, അയിത്തം, ജാതി വ്യവസ്ഥയുടെ പേരിൽ മേൽജാതിക്കാർ കീഴ്ജാതിക്കാരെന്ന വേർതിരിവുകൾ അത് നിലനിന്നിരുന്നു. ഇനി മറ്റു രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കറുത്ത വർഗക്കാർ, വെളുത്ത വർഗക്കാർ, വെള്ളക്കാര്, കറുത്ത വർഗക്കാര്, ഈ നിലക്ക് കറുത്ത വർഗക്കാരെ താഴ്ത്തിക്കെട്ടുന്ന ആ സമീപനങ്ങൾ പാശ്ചാത്യർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അറബ് ലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗോത്രമഹിമ ജാഹിലിയത്തിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഹജ്ജിനെ പറ്റി പോലും വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഹജ്ജ് എങ്ങനെയായിരുന്നു? ആ കഅബ മന്ദിരത്തിന്റെ അടുക്കൽ അവർ ചെയ്യുന്നതായിട്ടുള്ള ഇബാദത്ത്, അവരുടെ ആരാധനകൾ, അത് കേവലം കൊട്ടിഘോഷങ്ങൾ, ആർപ്പട്ടഹാസങ്ങൾ മാത്രമായിരുന്നേ. വിശുദ്ധ ഖുർആൻ പറയാ. അപ്പൊ ഇത് മനുഷ്യനോളം പഴക്കമുള്ള, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് ഇസ്ലാം പ്രതികരിച്ചത്. ഇസ്ലാം വളരെ കൃത്യമായ നിലപാട് ഓർമ്മപ്പെടുത്തി. ജൂതന്മാരും നസ്രാണികളൊക്കെ അവരുടെ സമീപനങ്ങളെ ഏറ്റവും മുകളിലായി കാണുകയും മറ്റുള്ളവരെ കൊച്ചാക്കുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ചും ഖുർആൻ പറഞ്ഞത് വഖാലത്തിൽ യഹൂദു വന്നസ്വാറാ, നസ്രാണികളും യഹൂദികളും പറഞ്ഞിട്ടുണ്ടെന്താ, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉ, ഞങ്ങളാണ് അള്ളാന്റെ ആൾക്കാര്, അള്ളാഹുവിന് ഞങ്ങളെയാണ് ഇഷ്ടം എന്നൊക്കെയുള്ള നിലക്ക് അവര് താൻ പോരിമകൾ നടിച്ചിരുന്നു. ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ വർണ്ണവറിയുടെ ജാതി വൈജാത്യങ്ങളെയൊക്കെ ഒരു അസഹിഷ്ണുതയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ തീർത്തും ഉന്മൂലനം ചെയ്യാൻ ഉതകുന്ന ഒറ്റമൂലിയുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ആ സമൂഹത്തെയൊക്കെ ബോധ്യപ്പെടുത്തിയത്. ഇന്നും നമുക്കത് വലിയ പാഠമാണ്. സൂറ ഹുജുറാത്തിലെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, ഖുർആന്റെ പ്രഖ്യാപനം നോക്കുങ്ങള്. ഖുർആനിൽ യാ അയ്യുഹൻ നബിയു, നബിയോട് മാത്രമുള്ള കൽപ്പന ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളോടുള്ള കൽപ്പനയുണ്ട്. പക്ഷെ മനുഷ്യന്മാരോട് മുഴുവനായിട്ടുള്ള കൽപ്പനയുണ്ട്. യാ ബനി ആദം, അല്ലയോ മനുഷ്യ സന്താനമേ എന്ന് വിളിച്ചിട്ടുള്ള കൽപ്പനയുണ്ട് ഖുർആനിൽ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ മൊത്തം വിളിച്ചിട്ടുള്ള കൽപ്പനയുണ്ട്. മനുഷ്യർക്ക് പറയണ തന്നെയാണ് യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ, പിന്നെ യാ ബനി ആദം. ഇതൊക്കെ ഒരേ ആസ്പെക്റ്റിൽ വരുന്ന ടെർമിനോളജികളാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ അഭിസംബോധന കൊടുത്തിട്ടാണ് ഒരു കാര്യം ഖത്തർ വേൾഡ് കപ്പിലൊക്കെ മുഴങ്ങിക്കേട്ട ആ നാദം വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്കപ്പുറം പരിചയപ്പെടുത്തിയത്.
അവിടെ ജാതിയുടെ പേരിലുള്ള എല്ലാ സംഘടനകളും ഇല്ലാതാക്കാൻ ഈ ആയത്ത് ഹേതുവാകുകയാണ്. ഇതുപോലെയുള്ള ഡസൻ കണക്കിന് ആയത്തുകൾ കാരണമായി തീരുകയാണ്. നിസാരമായി കാണേണ്ട ഒന്നല്ല ഇത്. അവിടെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ ഔ ഉൻസാ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിട്ടുണ്ട്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫൂ, പരസ്പരം അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ ആക്കി നിങ്ങളെ മാറ്റിയിട്ടുള്ളത്. ഇന്ന അക്രമകും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മരണാനന്തരം എത്തിച്ചെല്ലുമ്പോ നിരന്തരമായ അനശ്വരമായ ആ അനുസ്യൂതമായ ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ മെച്ചമുണ്ടാവുക ആർക്കാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ള പറഞ്ഞ പോലെ ജീവിക്കുന്നവർക്കാണ് അള്ളാന്റെ അടുക്കൽ ആദരവുള്ളത്. പക്ഷെ മനുഷ്യരെ, നിങ്ങൾ ഓർക്കണം കേട്ടോ, നിങ്ങൾക്കിടയിൽ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. ഒരേ നിറത്തിലുള്ള രക്തമാണ് നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസമല്ല കേട്ടോ. അയൽവാസികളായിട്ടുള്ള വ്യത്യസ്ത ജാതികളിൽ ഇനി മതമൊന്നും ഇല്ലാത്ത ആളുകൾ ഒക്കെ താമസിക്കുമ്പോ എന്റെ അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല, അവിടെ അയൽവാസിക്ക് മതമുണ്ടോ എന്നതല്ല മാനദണ്ഡം. ആ അയൽവാസി എന്നെ പോലെയുള്ള പച്ചയായൊരു മനുഷ്യനാണോ എന്നതാണ് അവിടുത്തെ പോയിന്റ്. അതാ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ ഔ ഉൻസാ, നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും വന്നവരാണ് കേട്ടോ. നമ്മുടെയൊക്കെ ആ രക്ഷിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്താണ്. ഇതിലും വലിയ ഒരു സംവിധാനം, ഇതിലും വലിയൊരു തിയറി, ഒരു പ്രാക്ടിക്കൽ നോളജ് എവിടെയാണ് നമുക്ക് പഠിക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഭക്തി മാത്രമാണ് വേർതിരിവിന്റെ അടിസ്ഥാനമായി മാറേണ്ടത്. അതാണ് നമ്മൾ ആ ഭക്തിയിലേക്ക് അടുക്കാൻ ശ്രമിക്കണം എന്ന് പറയാറുള്ള താല്പര്യം. എന്നാൽ ഭക്തി ഇല്ലാത്ത ആളുകൾ അവനെ നമ്മൾ നോക്കേണ്ടയില്ല എന്നാണോ പറഞ്ഞത്? അല്ല, എല്ലാവരെയും പരിഗണിക്കണം. ഭക്തി അടിസ്ഥാനമാക്കപ്പെടുന്നത് തന്നെ പരലോകത്താണ്. മരണാനന്തരമുള്ള അനശ്വരമായ അനന്തമായ ഒരു ലോകത്ത് ജഡ്ജ്മെന്റ് നടത്തുമ്പോ ആ ജഡ്ജ്മെന്റിന്റെ പരിണിതിയായി ലഭിക്കപ്പെടുന്ന സ്വർഗം, അതിനു മാത്രമേ ഈ ഒരു മാനദണ്ഡം വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ നമ്മൾ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാ സൃഷ്ടിപ്പിനെയും അള്ളാഹു ഏറ്റവും മികച്ചതാക്കി തീർത്തു എന്നാണ്. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, എന്നിട്ട് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയാണ്. എല്ലാവരും മണ്ണിൽ നിന്നാണ്. മിൻ സൽസാലിൻ കൽ ഫഖാർ മിൻ തുറാബ്, എല്ലാം മണ്ണിന്റെ വിവിധങ്ങളായ ആസ്പെക്റ്റുകളെ എടുത്തു പറയുന്ന ഹദീസുകളെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ, മനുഷ്യന്റെ വൈകാരിക വേരിയേഷൻസ്, ഇമോഷണൽ വേരിയേഷൻസ്, ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യ മനുഷ്യനാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്. പിന്നീട് റീപ്രൊഡക്ടറി ആസ്പെക്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതിലുള്ളത്. പക്ഷെ അവിടെ തന്നെയും മനുഷ്യൻ വ്യത്യസ്തരായിരിക്കും എന്ന് പടച്ചോൻ പറയുന്നു. ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ കഴിവുകൾ വിഭിന്നമായിരിക്കും എന്ന് പറഞ്ഞ പടച്ചോൻ മനുഷ്യരെ കഴിവ് കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അധിക്ഷേപിക്കരുത് കേട്ടോ. കഴിവ് കൂടിയതിന്റെ പേരിൽ അവന് പ്രത്യേകമായിട്ടുള്ള എന്തോ ഒരു കാര്യം അവന് ചേർത്തി കൊടുക്കരുത് കേട്ടോ. എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയണം എന്നുള്ളതാണ്. പ്രോട്ടോകോളിനെ പറ്റിയിട്ടൊന്നല്ല ഇവിടെ പറയുന്നത് കേട്ടോ. മനുഷ്യൻ എന്ന പരിഗണന എല്ലാവർക്കും കിട്ടേണ്ടതുണ്ട്.
മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കറുത്തോന്റെ മോനെ എന്ന് വിളിക്കാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് പരാതിയായി ബോധ്യപ്പെടുത്തപ്പെടുമ്പോ അള്ളാഹുവിന്റെ റസൂല് ശരിയാണല്ലോ, അങ്ങനെ ഒരു നല്ലൊരു അഭിപ്രായമാണല്ലോ പറഞ്ഞത്, ഉള്ള തന്നെയാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അതിനെ ഒതുക്കി വിടുകയല്ല ചെയ്തത്, മറിച്ച് ഗൗരവത്തോടുകൂടി ആ കാര്യത്തെ അങ്ങനെ അരുത്, അത് ചെയ്യാൻ പാടില്ല, അതൊരു അവഹേളനമാണ്, അതൊരു പരിഹാസമാണ് എന്ന് ബോധ്യപ്പെടുത്താണ് ചെയ്തത്. അതുകൊണ്ട് മനുഷ്യന്മാരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകരുത്, അവൻ ഇങ്ങനെ ഇവൻ ഇങ്ങനെ എന്നുള്ള നിലക്ക്. എല്ലാവരും ഏകോദര സഹോദരങ്ങളായി കാണാനാണ് നമുക്ക് കഴിയേണ്ടത്. എല്ലാവരിലും നീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രത്യേകം ശിക്ഷാ നടപടിയെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത്, ഹദ് നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയത് എങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് അതൊരു നിലപാടാണ്. ഒരു ഇസ്ലാമിക രാജ്യത്ത് അതിന്റെ ഭരണ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും അത് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മന്റെ ആളാണ് എന്ന ആ ഒരു ശുപാർശയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ആ അവധാനതയുടെ ശൈലി ഒന്നല്ല അവിടെ സ്വീകരിക്കുന്നത്. മറിച്ച് തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യുമ്പോ മുഖം നോക്കാതെ തന്റെ കുടുംബക്കാരനാണെന്ന പ്രത്യേകമായ പരിഗണന കൊടുക്കാതെ തെറ്റിന് അതാരായിരുന്നാലും ശരി ശിക്ഷിക്കപ്പെടണമെന്ന ആ ഒരു ധാരണയാണ് കൊടുക്കുന്നത് ലോകത്ത് അധിവസിക്കുന്ന സർവ്വ മനുഷ്യരും. അതുകൊണ്ട് നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ ശ്രമിക്കണം. ആ നീതി ഒരിക്കലും മനുഷ്യനെ അകറ്റി നിർത്തലല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ ഫളല ലി അറബിയ്യിൻ അലാ അഅജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ഫളലും ഇല്ല. വലാ ലി അഹ്മറ അലാ അസ്വദ്, പിന്നെ വെളുത്തവന് കറുത്തവനേക്കാൾ അല്ലെങ്കിൽ നല്ല ചുവപ്പ് കലർന്ന അത്രയും ഭംഗിയുള്ള ഒരുവന് വിരൂപനേക്കാൾ പ്രത്യേകമായിട്ടുള്ള ഫളലൊന്നുമില്ല. ഇല്ലാ ബിത്തഖ്വ, അവിടെയും പറഞ്ഞു വെച്ചത് തഖ്വ കൊണ്ടല്ലാതെ എന്നാണ്. അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ പ്രത്യേകമായ ആദരവും പദവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യേണ്ടത് അള്ളാഹ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതിനൊരു മനുഷ്യനെയും മികഴ്ത്തി കെട്ടേണ്ട ആവശ്യമില്ലാതെ ഇവിടെ എന്തെന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ, മുഅ്മിനായി ജീവിക്കാൻ, തഖ്വയുള്ളവരായി തീരാൻ, മുത്തഖീങ്ങളാകാൻ ഒരു മനുഷ്യനെയും അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനും നന്മ ചെയ്തു കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാവർക്കും നന്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർ നമ്മളെ പറ്റി മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും കൊടുക്കണം എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയിട്ട് ഇഫ്കിന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. വ്യഭിചാരാരോപണം ഉയർന്നു വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇനി മിസ്തഹിന് ഇനി അതുവരെ ഭക്ഷണം കൊടുത്തിരുന്നു. മിസ്തഹ് എന്ന് പറയുന്ന കുടുംബക്കാരന് ഭക്ഷണം കൊടുത്തിരുന്നു. ഇനി ഞാനത് ചെയ്യണില്ല എന്ന് തീരുമാനിച്ചപ്പോ, അരുത് അബൂബക്കർ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾക്കൊരു ദുരിതം അല്ലെങ്കിൽ ഒരു പ്രയാസം നമ്മൾ സഹായം കൊടുക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടായാൽ പോലും അവിടെയുള്ള നമ്മുടെ സമീപനം എന്താണ്? ആ മനുഷ്യനോട് നാം കാണിക്കേണ്ട, നാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും മുടക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നടപ്പിലാക്കിയാൽ എത്ര വലിയ വലിയ പ്രൊഡക്റ്റുകളായിരിക്കും, റിസൾട്ടുകളായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാലും നമ്മളെ പറ്റി പുറത്തു വരുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ നടപടി, ഇസ്ലാമിന്റെ ഒരു മൗഖിഫ്, നിലപാട് ഇതാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകളായി നമ്മൾ മാറണം. ഇസ്ലാം കേവലം ഡയലോഗുകളിൽ, കേവലം വർത്താനത്തിൽ ഒതുക്കുന്ന ഒരു രീതിയല്ല ഈ വിഷയത്തിൽ ഒന്നും സ്വീകരിച്ചിട്ടുള്ളത്.
മറിച്ച് കൃത്യമായി പ്രായോഗികവൽക്കരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണം തരങ്ങൾ, ഇസ്ലാമിൽ ആദ്യത്തെ മുഅദ്ദിൻ, ബാങ്ക് വിളിക്കാരൻ എന്നറിയപ്പെടുന്നത് നമ്മൾ വായിക്കുന്നത് ആരെയാണ്? കറുത്ത വർഗക്കാരനായ നീഗ്രോ വംശജനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ് നമ്മൾ അവിടെ പറയുന്നത്. അതിന്റെ ഉത്തരമായിട്ട് നമ്മൾ പറയുന്നത് ഇതൊരു മനുഷ്യത്വത്തിന് കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് അതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം അപ്പോയിന്റ് ചെയ്യാണ്. ഇതാ ബിലാൽ ഇബ്നു റബാഹ അള്ളാന്റെ റസൂലിന്റെ ദേഹത്ത് കേറി നിന്നിട്ടാണ് കഅബയുടെ മുകളിലേക്കൊക്കെ കേറുന്നത്. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ. എവിടെയാണ് ഇതിൽ ജാതി വിവേചനങ്ങൾ? എവിടെയാണ് ഇതിൽ വർണ്ണ വിവേചനങ്ങൾ? മദീന ചാപ്റ്ററിനെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. മദീന കരാർ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായും ഒതുങ്ങിയിട്ടുള്ള ഒരു മണ്ണ്. അഖബ ഉടമ്പടി 1ഉം 2ഉം ഒക്കെ നടന്നിട്ട് പിന്നെ ഹിജ്റ പോവുകയാണ് മുസ്ലിങ്ങൾ മദീനയിലേക്ക്, യസ്രിബിലേക്ക്. അവിടെ പിന്നീട് ജൂതഗോത്രങ്ങൾ വസിച്ചില്ലേ, മറ്റു വിഭാഗങ്ങൾ ഉണ്ടായില്ലേ, അവരൊക്കെയും സമാധാനധന്യരായി ജീവിച്ചില്ലേ? എന്താ കാരണം? മനുഷ്യത്വത്തിന് കൊടുത്തിട്ടുള്ള ഒരു മൂല്യമാണ്. ഇസ്ലാമിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതും അതാണ്. ഇണക്കങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പിണക്കങ്ങൾ ഇല്ലാതാക്കാൻ, പരമാവധി മനുഷ്യരോട് നീതിയോടുകൂടി വർത്തിക്കാൻ നമുക്ക് കഴിയണം. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. അറബിയല്ല, പേർഷ്യക്കാരനാണ്. അപ്പോ എന്നിട്ട് പോലും സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൽമാനു മിന്നാ അഹ്ലുൽ ബൈത്ത്. സൽമാൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, നമ്മളിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ഈ സമീപനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ഇനി ഇസ്ലാമിന്റെ ദൈനംദിന ആരാധനയായിട്ടുള്ള നമസ്കാരം, എല്ലാ ദിവസവും 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ ആരാധനയിലുള്ള ഒരു സമത്വത്തെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവിടെ കാണിക്കപ്പെടുന്ന, അവിടെ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യത്വത്തിന്റെ ബാലപാഠത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതില്ലേ? എന്റെ അപ്പുറത്ത് എന്റെ കാലിനോട് ചേർന്ന് നിൽക്കുന്ന ആള് വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു മനുഷ്യനാണ്, സമൂഹത്തിൽ വലിയ പദവിയുള്ള ആളാണ്, ഒരു വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തൊട്ടപ്പുറത്ത് പാടത്ത് പണിയെടുത്ത് ആ പ്രയാസങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ അടുത്ത് നിൽക്കാൻ ഒരു പ്രയാസമില്ല കേട്ടോ, ഒരു പ്രയാസമില്ല. ഇതെന്താ പഠിപ്പിക്കണറിയോ? ഈ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങളെ നിസ്കാരം ശരിയായോ എന്നറിയാൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ഗണത്തിൽ പെടാതിരിക്കാൻ, അത് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന തലത്തിലേക്ക് മാറാൻ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു സമത്വബോധത്തിന്റെ ചിന്തയുണ്ടല്ലോ, ആ ചിന്തയെ ഉദ്ദീപിക്കാൻ, അതിനെ ഏറ്റവും മികവുറ്റ നിലയിൽ അതിനെ കാത്തു സൂക്ഷിക്കാൻ, പുറത്തിറങ്ങുമ്പോ, കച്ചവടം ചെയ്യുമ്പോ, അതേപോലെ കല്യാണത്തിന് പോകുമ്പോ, റിസപ്ഷന് പോകുമ്പോ ഓനുള്ളോടത്ത് ഞാൻ നിൽക്കൂല എന്നുള്ള നിലപാട് പിന്നെ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരെയും, അതുകൊണ്ടാണ് കല്യാണത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ അയലിന് നിക്കാഹ്, നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണമെന്നും നിങ്ങളുടെ നിക്കാഹിൽ ഏറ്റവും ഹൈറായിട്ടുള്ള നിക്കാഹ് എന്ന് പറഞ്ഞാൽ എല്ലാരും പരിഗണിച്ചുകൊണ്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാര്യങ്ങളെയൊക്കെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിലെ ആരാധനകൾ പോലും മനുഷ്യനെ പരിഗണിക്കാൻ ഉള്ളതാണ്, മനുഷ്യനാവാനുള്ളതാണ്. ഹജ്ജ് കർമ്മം നോക്കൂ നിങ്ങൾ. ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന പുണ്യഭൂമിയിൽ എത്തുന്ന മനുഷ്യന്മാർ ഒരേ വേഷമണിയുകയാണ്, ഒരേ തൽബിയത്തിന്റെ മന്ത്രങ്ങളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒരേ വാചകങ്ങളാണ്. മിനായിൽ പാർക്കുമ്പോ എല്ലാ മനുഷ്യന്മാരും ഒരേപോലെ തങ്ങളുടെ തലഭാഗം പോലും മറയാത്ത വിധത്തിൽ തങ്ങളുടുത്തിട്ടുള്ള ഈ ഇഹ്റാമിന്റെ ഡ്രസ്സിൽ തന്നെ
കിടന്നുറങ്ങാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ്! ഇതൊരു മനുഷ്യ സമത്വത്തിന്റെ, മനുഷ്യൻ ആണ് ഞാനെന്ന തിരിച്ചറിവിന്റെ ബോധമാണ്, മാനവികതയുടെ വിളംബരമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്. അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളെന്ന നിലക്ക് പാലിക്കേണ്ട മര്യാദ, ഈ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നത് തന്നെ ഒരു പ്രശ്നമാണ്. എപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കേണ്ട കാര്യം അതൊക്കെ. ആരെയും ഇകഴ്ത്താൻ ഞാനില്ല, ഞാൻ ആരെയും ഇകഴ്ത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവനുമല്ല എന്ന് ഒന്നാമതായി നമ്മൾ തീരുമാനമെടുക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ജാതിയുടെയോ നിറത്തിന്റെയോ സമ്പത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരുമായി മാറരുത്. എല്ലാവരും മനുഷ്യരാണെന്ന തിരിച്ചറിവുണ്ടാകണം. എല്ലാവരോടും മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയണം. പരിഹാസങ്ങൾ ഒന്നിന്റെ പേരിലും നമ്മൾ നടത്താൻ പാടില്ല. നമ്മളെല്ലാം തികഞ്ഞവരാണ്, ബാക്കിയുള്ളവരൊക്കെ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന കൺസെപ്റ്റിൽ നിന്നൊക്കെ നമ്മൾ മാറി ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന, അതിനുവേണ്ടി ആത്മാർത്ഥമായി മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബഹുമാനമുള്ളവരെ, ഈ കൂട്ടത്തിൽ ഏറെക്കുറെ രക്ഷിതാക്കളാണ് ഉള്ളത് എന്ന വസ്തുത വെച്ചുകൊണ്ട് തന്നെ ഈ അവധിക്കാലത്ത് നമ്മൾ പ്രത്യേകമായി വിലയിരുത്തേണ്ട ഒരു കാര്യത്തെപ്പറ്റി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ രക്ഷിതാക്കളൊക്കെ അവധിക്കാലത്തെ നോക്കിക്കാണുന്നത് വലിയൊരു റിസ്കി എന്നുള്ള നിലക്കാണ്. ഒരു റിസ്ക് ഫാക്ടർ കൂടി ജീവിതത്തിലേക്ക് വന്ന പോലെയാണ് രക്ഷിതാക്കൾ ഈ അവധിക്കാലത്തെ നോക്കിക്കാണുന്നത്. കാരണം ഈ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ കുട്ടികൾ രാവിലെ 7 മണി 8 മണിയാകുമ്പോൾ സ്കൂളിൽ പോയാൽ വൈകുന്നേരം ഒരു 5-6 മണിയാവുമ്പോഴാണ് പിന്നെ വീട്ടിലെത്തുന്നത്. അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ചൊരു സ്വസ്ഥതയൊക്കെ ഉണ്ട് എന്നാണ് നമ്മളെ ഒരു പൊതുവായ ഒരു ധാരണ. അതാണ്. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാസം നമ്മുടെ കുട്ടികളൊക്കെ പുസ്തകങ്ങൾക്ക് മേൽ, പ്രൊജക്റ്റുകൾക്ക് മേൽ, സെമിനാറുകൾക്ക് മേൽ അവരുടേതായിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പരക്കം പാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏറെക്കുറെയൊക്കെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്കും അതിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, അഥവാ നമ്മൾ അതിന്റെ ഭാഗമാകേണ്ടി വന്നിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് ഈ 10 മാസക്കാലം കഴിഞ്ഞ് 2 മാസം പൂർണ്ണമായി അവര് ഫുള്ളി റിലാക്സ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അവരൊരു റിലാക്സേഷൻ സ്റ്റേജിലാണ് ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് മക്കളുടെ കാര്യത്തിൽ പ്രതീക്ഷയുള്ള, അവരുടെ ഇഹപര ജീവിതത്തിൽ എനിക്ക് ഒരു രക്ഷിതാവെന്ന നിലക്ക് എന്റെ ജീവിതത്തിൽ അവർ ഉപകാരപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 മാസം ബോണസാണ്. ഈ 2 മാസം വലിയ അനുഗ്രഹത്തിന്റെ മാസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയേണ്ടതുണ്ട്. കുറെ കൂടി ദീന് പഠിപ്പിക്കാൻ കിട്ടുന്ന സമയമായി നമുക്കതിനെ കാണാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ പറയുന്നത്? നിഅമതാൻ, 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ആ 2 അനുഗ്രഹങ്ങൾക്ക് മറ്റു അനുഗ്രഹങ്ങൾക്കൊന്നും ഇല്ലാത്ത വലിയ പ്രത്യേകതയുണ്ട്. മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ അധിക ആളുകളും അതിനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്, വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്ടിലൈസ് ചെയ്യുന്നില്ല.
ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹ, ഒന്ന് ആരോഗ്യമാണ്, ഹെൽത്ത് ആണ്. വൽ ഫറാഗ്, രണ്ടാമത്തേത് നമ്മുടെ ഒഴിവ് സമയമാണ്. അപ്പൊ ഈ ഒഴിവ് സമയം നമുക്ക് കിട്ടിയതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമായിട്ടല്ലാതെ നാളെ പരലോകത്ത് നമുക്ക് മുന്നോട്ട് നടക്കുക സാധ്യമല്ല. വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്, പക്ഷേ അതൊക്കെ വളരെ ഷോർട്ടായിട്ട് പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് റോൾ മോഡലാകാൻ കഴിയണം. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ്, നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് എങ്ങനെയാണ്, അതിൽ നമ്മൾ അഡിക്റ്റഡ് ആണോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മളെ കണ്ട് വളരുന്നവരാണ് നമ്മുടെ മക്കൾ. സാധാരണഗതിയിൽ പറയാറുണ്ട്, മക്കൾ എന്ന് പറഞ്ഞാൽ അവര് വീഡിയോ ക്യാമറന്റെ റോളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. രക്ഷിതാക്കൾ അങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് സിസ്റ്റം അല്ല, വീഡിയോ ക്യാമറ തന്നെയാണ്. എന്താണോ കാണിക്കുന്നത്. അപ്പോ ഒരു നല്ല അസഭ്യം വിളമ്പുന്ന ഒരു മോനുണ്ടെങ്കിൽ, ആ മോന്റെ വായിൽ നിന്ന് അനാവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആദ്യം പരിശോധിക്കേണ്ടത് വീട്ടിലെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യാറുള്ളത്, കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറിവാക്കുകൾ ഉപയോഗിക്കുന്ന കുട്ടികളെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് വാപ്പാനെ വിളിക്കും ആദ്യം, ഉമ്മാനെ വിളിക്കും ആദ്യം. എന്നിട്ട് നിങ്ങളെ പെരയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. എന്തിനാ ചോദിക്കണേ? അവിടെയാണ് ഇതിന്റെ അസല് കിടക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ റോൾ മോഡലാകണം. ബി റോൾ മോഡൽ. നമ്മൾ റോൾ മോഡലുകളാകാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. എല്ലാവരും ഒക്കെ തികഞ്ഞോരൊന്നല്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അത് കാണിച്ചു കൊടുക്കണം. നമ്മൾ ജമാഅത്തിനൊക്കെ പള്ളിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. നിങ്ങൾ ആലോചിച്ചോ, നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജുമുഅക്കൊക്കെ നേരത്തെ എത്താലോ. അതൊക്കെ നമ്മുടെ മക്കള് പല രൂപത്തിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എന്റെ വാപ്പ ജുമുഅക്ക് പോലും പള്ളിയിലെത്തുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ കുറച്ച് നേരത്തെ ഖുതുബയും നിസ്കാരമൊക്കെ അവസാനിച്ചിരുന്നെങ്കിൽ എന്റെ വാപ്പാക്ക് അന്ന് ളുഹർ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പോകേണ്ട അവസ്ഥയുള്ള ആ സാഹചര്യത്തിലാണ് എന്റെ വാപ്പ പള്ളിയിലെത്തിയത് എന്ന് ഒരു മോൻ, അതേ പള്ളിയിൽ വരുന്ന മോനാകാം, അല്ലെങ്കിൽ വേറെ പല രൂപത്തിൽ വാപ്പാന്റെ സ്വഭാവം പിടിച്ചെടുക്കണ മോനാകാം, മോളാകാം. എല്ലാ കാര്യങ്ങളും നമ്മുടെ വസ്ത്രവിധാനങ്ങളിൽ, വേഷവിധാനങ്ങളിൽ, നമ്മുടെ സംസ്കാരങ്ങളിൽ, നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, ഇതിനൊക്കെ നമുക്ക് മാതൃക കാണിക്കാൻ കഴിയണം. എന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് കേവലം വർത്താനത്തിനപ്പുറത്ത് ഞാനിതൊക്കെ ചെയ്യണ ഒരു വ്യക്തിയാണ്. അത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ തെർബിയത്ത് നൽകണം. നമ്മൾ കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ, കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം. ആ പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഈ കൊടുങ്ങല്ലൂർ ഇസ്ലാഹി സെന്റർ ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, മോറൽ സ്കൂളുകൾ. ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയും ഈ 2 മാസം വാപ്പ പണിക്ക് പോണീന്റെ, ഞാൻ ദീർഘിപ്പിക്കല്ല കേട്ടോ, വാപ്പ പണിക്ക് പോകണീന്റെ, ജോലിക്ക് ഇറങ്ങണീന്റെ, ബിസിനസ്സിന് ഇറങ്ങണീന്റെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണീന്റെ മുമ്പ് 1 മണിക്കൂർ നമുക്ക് തഫ്സീറൊക്കെ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ ആ ഒരു നിലപാടൊക്കെ എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം. അത് ഭൗതികമായതും മതപരമായതും ഒക്കെ നടക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവരായിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? വലതുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമായിട്ട് പറഞ്ഞില്ലേ? ആ നമ്മുടെ മക്കൾക്ക് ഒരു 5 രൂപ സ്വതക്ക ചെയ്യാനുള്ള പ്ലാനിങ് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അവന് കിട്ടുന്ന ചെറിയ നാണയത്തുട്ടുകളിൽ നിന്ന് പോലും ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കണം മോനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ, അത് പ്രായോഗികവൽക്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ സമയം നമ്മുടെ മുമ്പിൽ ഫ്രൂട്ട്ഫുൾ ആയി കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കാത്ത വാപ്പാരുണ്ടാവില്ല. അല്ലെങ്കിൽ 10-40 ലക്ഷം രൂപ കൊടുത്തിട്ട് സ്കൂളിൽ കയറാൻ അല്ലെങ്കിൽ കോളേജിൽ കയറാൻ, ഒരു സീറ്റ് എങ്ങനെയും സംഘടിപ്പിക്കാൻ ഒരു വാപ്പ, അത് എന്റെ പണിക്ക് നോക്കിക്കോ, ഈ എനക്ക് വേണ്ട പോലെ ഈ ചെയ്തോ എന്ന് പറയില്ല. വാപ്പ അപ്പുറത്ത് 2 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തൊക്കെ എന്താണോ വില, മാർക്കറ്റ്,
കുറച്ച് ഗോൾഡ് ഒക്കെ ഉമ്മാന്റെ അടുത്തുണ്ട്, വല്യമ്മാന്റെ അടുത്തുണ്ട് എങ്കിൽ അതൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ, ഗൾഫിലേക്ക് പറഞ്ഞയക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു ജോലി സമ്പാദിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന വാപ്പ, ആ വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ വാപ്പാക്ക് വേണ്ടി ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കാൻ എന്തു ചെയ്തു എന്ന് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തെർബിയത്ത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം. അവിടെ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്ട്രാറ്റജി കൂടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. തൗഹീദ് അവിടെ വളരെ വലിയ വിഷയമാണ്, അള്ളാഹനെ മനസ്സിലാക്കുക എന്നുള്ളത്. അതിനുശേഷം നമസ്കാരത്തിന്റെ അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളുടെ നിഷ്ഠ വലിയ വിഷയമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹ് അത് കൊണ്ടുവരുമെന്ന ആ ഒരു പ്രത്യേകമായിട്ടുള്ള CCTV-യുടെ, അള്ളാന്റെ CCTV-യുടെ നിരീക്ഷണത്തിലാണ് നമ്മളെന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കൽ വലിയ ഒരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ടൈം മാനേജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ഇന്ന സമയങ്ങളിൽ ഇത്രയൊക്കെ മതിട്ടോ മോനെ, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഈ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പരിസരങ്ങളിലൊക്കെ എത്രയൊക്കെ ചെലവഴിച്ചാൽ മതിട്ടോ, 1-2 പേജൊക്കെ ഡെയിലി ഖുർആൻ ഓതണം കേട്ടോ, ഞാനും എന്റെ കൂടെ ഓതട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല സംവിധാനം നമ്മുടെ പുറയിലൊക്കെ ഉണ്ടാകട്ടെ. അതല്ലേ ഈ അവധിക്കാലത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ 1-2 ദിവസമൊക്കെ നമ്മൾ ഉൾപ്പെടെ മറ്റു പല കുടുംബ വീടുകളിലൊക്കെ ഒന്ന് പോയി നിൽക്കുക. അതൊക്കെ പണ്ടത്തെ കൾച്ചറായിരുന്നു എന്ന് പറഞ്ഞിട്ട് പലരും എന്ത് ചെയ്യാണ്, ഞാൻ അങ്ങോട്ടും പോലെ ഇങ്ങോട്ടും വരണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കോലത്തിലേക്ക് നമ്മളിങ്ങനെ മാറിപ്പോകുമ്പോ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഒഴിവൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മൊബൈലിലൊന്നും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഉള്ള കുടുംബക്കാരോട് പോവുക. അപ്പൊ കുറച്ച് വർത്താനം പറയാനൊക്കെ പറ്റും. ഞാനൊരു തമാശയായി പറഞ്ഞല്ല, കുറച്ചുകൊണ്ട് ആ രൂപത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് പാടെ ഒഴിവാക്കണം എന്നല്ല, പക്ഷെ എല്ലാവരോടും സംസാരിക്കാനും ബന്ധങ്ങൾ പുതുക്കാനും നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ ബോധ്യപ്പെടുത്താനും, മനുഷ്യനാണ് കേട്ടോ ഞാന്, ഒരു ഉപകരണം ഒന്നല്ല എന്ന് ബോധ്യപ്പെടുത്താനൊക്കെ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാനുള്ള നല്ല തൗഫീഖിനെ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. അല്ലാഹുവേ, കടബാധ്യതകൾ കൊണ്ട് വലിയ വേദന അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ കടബാധ്യതകൾ ഹലാലായ മാർഗത്തിലൂടെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഒരാളെയും പരിഹസിക്കാതിരിക്കാനും മനുഷ്യരെ പരിഗണിച്ച് എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളായി കണ്ട് അവർക്കൊക്കെയും നന്മ ചെയ്തു കൊടുക്കാൻ, ഉപദ്രവിക്കാതിരിക്കാനുള്ള തൗഫീഖിനെ, അതിനുള്ള നല്ല മനസ്സിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഈ അവധിക്കാലത്തെ ധന്യമാക്കാൻ, ഞങ്ങളുടെ കുടുംബത്തെ ദീനി നിഷ്ഠയിൽ വളർത്തി കൊണ്ടുപോകാൻ, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന, അതിനാവശ്യമായ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന നല്ല രക്ഷിതാക്കളായി, നല്ല മക്കളായി ഞങ്ങളെയൊക്കെ വളർത്തി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. നാളെ ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറുവിഭാഗത്ത് നരകത്തിലേക്കും ആനയിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين.